السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. صدق الله العظيم. സൂറത്തുൽ ബഖറയിലെ 254 വരെ ആയത്തുകളാണ് നമ്മൾ ഇതിനകം മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബൽ, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. മിൻ ഖബൽ, മുമ്പായിട്ട്. അൻ യഅതിയ യൗമൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅത്തുൻ, കൊള്ളക്കൊടുക്കകളോ സൗഹൃദമോ ശുപാർശയോ ഒന്നും നടക്കാത്ത ഒരു നാൾ വന്നെത്തുന്നതിന് മുമ്പ്. വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ, നിഷേധികൾ തന്നെയാകുന്നു, അവർ തന്നെയാകുന്നു അക്രമികൾ. ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചത്. ഇനി ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ആയത്ത് സുപ്രധാനമായ ഒരായത്താണ്. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. അതിനെക്കുറിച്ച് ധാരാളം പ്രത്യേകതകൾ പറയപ്പെട്ടിട്ടുണ്ട്. ആയത്തുൽ കുർസി എന്നാണ് ഇതിന് പറയുക. എല്ലാ ആയത്തുകളും അങ്ങനെ ഏതെങ്കിലും ഒരു പേരിൽ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ ഈ ആയത്ത് ആയത്തുൽ കുർസി എന്ന പേരിൽ പ്രസിദ്ധമായ ആയത്താണ്. ഇതിനെക്കുറിച്ചാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് വന്നിട്ടുള്ളത്. ഇത് പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടി അകലും എന്നാണ്. ഇത് പാരായണം ചെയ്യേണ്ട പോലെ പാരായണം ചെയ്യണം. ഇത് എഴുതി വെക്കുന്ന കാരണം കൊണ്ട് ശൈത്താൻ അങ്ങ് പോയി കിട്ടുമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ശൈത്താൻ ഇപ്പൊ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവൂല. കാരണം എല്ലാ പ്രദേശത്തും ഇത് ഒന്നുകിൽ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ മുസാഫ് തന്നെ ഉണ്ടാവും. വീട്ടിനകത്ത് മുസാഫ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഈ ആയത്ത് യഥാവിധി മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ അയാൾക്ക് പിന്നെ ശൈത്താനിയത്ത് ബാധിക്കൂല എന്നതാണ്. ഇതിനു മുമ്പുള്ള ആയത്തുകളില് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം
അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് മാംസം വിതരണം ചെയ്യാൻ വേണ്ടി കൊടുത്ത സംഭവം നമുക്കൊക്കെ അറിയായിരിക്കുമല്ലോ. തിരിച്ചു വന്നിട്ട് ചോദിച്ചു, എന്താണ് അവസ്ഥ, എന്താ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ ഇത് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. ബാക്കിയുള്ളത് കാണിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതല്ലാത്തതൊക്കെ ബാക്കിയുണ്ട്. അപ്പൊ കൊടുത്തത് ബാക്കിയാണ് എന്നും കൊടുത്തതാണ് ബാക്കി ഉണ്ടാവുക എന്നും കൊടുക്കാതെ ബാക്കിയുള്ളത് ബാക്കി ഉണ്ടാവൂല എന്നും വെറുതെ ഒരാൾക്ക് മനസ്സിലായി കിട്ടൂല. ഹുദൈബിയ സന്ധിയുടെ നേരത്ത് എല്ലാ വ്യവസ്ഥകളും വായിച്ചു നോക്കിയാൽ അറിയാം, മുസ്ലിങ്ങൾ തോറ്റു എന്നാണ് വിചാരിക്കുക. അല്ലാതെ പ്രയാസപ്പെട്ടു അവര്. അല്ലാതെ പ്രയാസപ്പെട്ടു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വടിക്കാൻ പറഞ്ഞിട്ട് സഹാബികള് പകച്ചു നിൽക്കുകയാണ്. അത് അനുസരണക്കേടുകൊണ്ടല്ല, അവർ അന്താളിച്ച് നിൽക്കുകയാണ്. എന്താ ഇപ്പത്തെ സംഭവം, എല്ലാ വ്യവസ്ഥകളും നമുക്ക് എതിരാണല്ലോ എന്നുള്ള. അങ്ങനെ തോറ്റു എന്ന് വിചാരിക്കുമ്പോ അള്ളാഹു ആയത്തിറക്കുക, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, മഹത്തരമായ വിജയം വിജയിച്ചിരിക്കുന്നു. ഇതെങ്ങനെ മനസ്സിലാവുക എന്ന് ചോദിച്ചാൽ അത് ഭൗതികമായി ചിന്തിച്ചാൽ മനസ്സിലാവൂല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നുബുവത്ത് ഇറങ്ങി, നുബുവത്ത് കിട്ടി, മൂന്നാമത്തെ സൂറത്ത് എത്തുമ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ ഇഖ്റ ബിസ്മി ആദ്യത്തെ ഭാഗം ഇറങ്ങി, പിന്നെ മുദ്ദസ്സിർ ഇറങ്ങി, പിന്നെ ഒരു അഭിപ്രായ പ്രകാരം സൂറത്തുൽ ഖലമാണ്, വേറൊരു അഭിപ്രായ പ്രകാരം സൂറ മുസമ്മിലാണ്. അപ്പൊ ഇനി ഏത് അഭിപ്രായം എടുത്താലും അതിന് മുമ്പ് രണ്ടായത്ത് ഇറങ്ങിയിട്ടുള്ളൂ, അല്ലെങ്കിൽ മൂന്നായത്ത്, അല്ലെങ്കിൽ 3 ഭാഗം. അപ്പൊ ആ നാലാമത്തെ ഇറങ്ങിയതിൽ തന്നെ പറയുന്നത് ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവിൻ ഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. രാത്രിയിൽ നിങ്ങൾ നിന്ന് നമസ്കരിക്കണം എന്നാണ്. എന്തിനാണെന്നറിയോ? നീ ഭാരിച്ച ചിലത് നിന്നെ ഏൽപ്പിക്കാൻ പോകും. സാധാരണ നാളെ പണിക്ക് പോണ്ടാണ് മോനെ, വേഗം ഉറങ്ങിക്കോന്നല്ലേ പറയാ. പകല് പണിയുണ്ടെങ്കിൽ രാത്രി വേഗം ഉറങ്ങല്ലേ വേണ്ടത്. അപ്പൊ നമ്മള് നാളെ ഏതായാലും ലീവാ, ഞായറാഴ്ച, അതുകൊണ്ട് രാത്രി കുറച്ച് ഉറക്കം കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നല്ലേ വിചാരിക്കുക ശനിയാഴ്ച രാത്രിനെ പറ്റി. പക്ഷെ ഇതങ്ങനല്ല. വലിയ ഭാരിച്ച കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നു, അതുകൊണ്ട് നീ രാത്രി എണീറ്റ് നിസ്കരിക്കുന്നു. അപ്പൊ ഇത് മനസ്സിലാവണമെങ്കിൽ ഈ ഭൗതിക ലോകത്തിനപ്പുറത്ത് ചിലതുണ്ടെന്ന് മനസ്സിലാവണം, എന്നാലേ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം ഞാൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം പറഞ്ഞു, ഞാൻ നോമ്പ് നോൽക്കലില്ല. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ചെറുപ്പത്തിലൊക്കെ നോമ്പ് നോൽക്കലുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായത് വെറുതെ ഉള്ളൊരു പണിയാണ്. നമ്മളെ ശരീരത്തിന് ഫാസ്റ്റിംഗ് ആവശ്യമൊക്കെ തന്നെയാണ്, പക്ഷെ അത് എല്ലാ ദിവസവും നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം രാത്രി 8 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിറ്റേന്ന് രാവിലെ 8 മണിക്കല്ലേ കഴിക്കുന്നത്. അപ്പൊ 12 മണിക്കൂർ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ തന്നെ ഉണ്ട്. അതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതിനാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിന് ആവശ്യമുള്ളത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാ ഇപ്പൊ ഒരു നോമ്പ് എന്തിനാണ് എനിക്ക് സ്വന്തമായിട്ട് മനസ്സിലായി, അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ നോമ്പെടുക്കലില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് ശരിയാണ്. എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ശരിയാവുക? ഭൗതികമായിട്ട് ശരിയാണ്. ഇനി പണ്ട് നിങ്ങളെ തടി നന്നാക്കി നോമ്പ് വെച്ചോളി എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ എന്തിനാണ് ഇത് എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ലോകത്തിനപ്പുറത്ത് വേറെ ഉണ്ട് എന്ന് മനസ്സിലാവണം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരം, ഈ ഭൗതികതക്കപ്പുറത്ത് വേറെയും ഒരു ലോകമുണ്ട് എന്നത് മാത്രമാണ്.
പിന്നെ ഓരോന്നോരോന്നവർ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടിയില്ല, ഒറ്റ ഉത്തരം. അപ്പൊ ഇവിടെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെച്ച കാര്യം, ഒരു നാൾ വരാനുണ്ട്, അന്ന് നിങ്ങളുടെ സൗഹൃദങ്ങളോ നിങ്ങളുടെ ശുപാർശയോ നിങ്ങളുടെ വേറെന്തെങ്കിലും കൊള്ളക്കൊടുക്കകൾ ഒന്നും ഒരിടപാടും നടക്കുകയില്ല എന്ന് പറഞ്ഞു. ഇനി ആരാണ് അള്ളാഹു എന്ന് പറയാണ് അടുത്ത ആയത്തിൽ ചെയ്യുന്നത്. അതാണ് ആയത്തുൽ കുർസി. എന്തുകൊണ്ടാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്? ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. കാരണം വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണമെങ്കിൽ ആരാണ് അള്ളാഹു എന്ന് നമുക്ക് മനസ്സിലാവണം. നമ്മളൊരാളെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അയാൾ ആരാന്ന് മനസ്സിലാവണ്ടേ? ഒരു ഭക്ഷണം കൊടുക്കണമെങ്കിൽ അയാളുടെ ഭക്ഷണശീലം എന്താന്ന് മനസ്സിലാവണ്ടേ? ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു, അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലായാലാണ് ശരിയായ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ ഗൾഫിൽ നിന്ന് വന്നിട്ട് പെണ്ണ് കിട്ടിയപ്പോ ചങ്ങായി പറഞ്ഞത് ജീവിതത്തിൽ ഒരു ഉപകാരമില്ലാത്തൊരു സാധനമായി പോയി തള്ളു. അത് അയാൾക്കല്ലായിരുന്നു കൊടുക്കേണ്ടത്, വേറൊരാൾക്കായിരുന്നു കൊടുത്തെങ്കിൽ അത് അമൂല്യമായൊരു സാധനമായിട്ട് അയാൾ കൊണ്ടെടുക്കും. പക്ഷെ എഴുതാന്ന് വെച്ചല്ലാത്ത വായിക്കാൻ അറിഞ്ഞിടാത്ത ഒരുത്തിന് പെണ്ണെടുത്താലോ? ഓരോ കാര്യവും അങ്ങനെ തന്നെയാണ്. ഓരോന്നിനോടും എങ്ങനെയാണ് ഇടപെടേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവണമെങ്കിൽ അതാരാണ് എന്താണ് എന്ന് മനസ്സിലാവും. അപ്പൊ അള്ളാഹു താലക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ അള്ളാഹു ആരാണ്, അള്ളാഹുവിന്റെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഏറ്റവും വലിയ അറിവ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതിനേക്കാൾ വലിയ ഒരു അറിവ് വേറെ കിട്ടാനില്ല. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരാതെ നമുക്കതിട്ട് മനസ്സിലാവുകയും ഇല്ല. നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഇതര വിശ്വാസികൾ അനുഭവിക്കുന്ന ഒരു പരിമിതി, അവരാരാധിക്കുന്ന ദൈവത്തെ ദൈവം പറഞ്ഞു കൊടുത്തതല്ല, അവര് സ്വയം ആലോചിച്ചുണ്ടാക്കിയതാണ്, അവര് ഭാവനയിൽ കണ്ടതാണ്. അങ്ങനെ അവര് ഭാവനയിൽ കാണുമ്പോഴാണ് അതിന്റെ വാഹനം, അത് ഇങ്ങനെ ഉണ്ടല്ലോ. നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരൊക്കെ ഓരോ ദേവീദേവന്മാർക്കൊക്കെ ഓരോ വാഹനങ്ങളും ഓരോ സംഗതികളും ഒക്കെ കണ്ടെത്തി അവർക്ക് ഇഷ്ടമുള്ളത് ഇന്നതാണ്. ആറ്റുകാൽ പൊങ്കാല ദേവിക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചപ്പോ ചക്കരപ്പായസമാണ് ദേവിക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് അത് വെക്കുന്നത്. അപ്പൊ അവര് മനുഷ്യന്റെ ഒരു പ്രകൃതത്തെ ദൈവത്തിലേക്ക് അങ്ങോട്ട് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഒരു ദൈവീകത ഉള്ള, അല്ലെങ്കിൽ ദേവി ആയാലും ദേവനായാലും ഒരാണ് പെണ്ണെന്നൊക്കെയുള്ള വിശ്വാസങ്ങളാണ്. അപ്പൊ അതിനെന്തിനാ ചക്കരപ്പായസം അല്ലേ? വൈക്കം മുഹമ്മദ് ബഷീറല്ലേ ചോദിച്ചത്, ദൈവത്തിനെന്തിനാ പൊൻകുരിശ്? വലിയ ചോദ്യമാണത്. നമ്മൾ വെറും ഒരു കഥയിലൊരു വാക്കായിട്ട് കാണുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് വേണ്ടതൊക്കെയാണ് ദൈവത്തിന് വേണ്ടത് എന്ന് അങ്ങോട്ട് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ നിലവിലുള്ള കിതാബുകളിൽ ഒന്നും തന്നെ ദൈവത്തെ ഈ അർത്ഥത്തിൽ വിശദീകരിച്ചു പറഞ്ഞതായിട്ട് ഇല്ല. ആ കിതാബുകൾ തന്നെ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് സ്വയം പറയുന്നുമില്ല. അങ്ങനെ അള്ളാഹുവിൽ നിന്നുണ്ടായ കിതാബിൽ പിന്നീട് പലതും കൂട്ടിച്ചേർക്കുകയും പലതും വിട്ടുപോവുകയും ചെയ്തു. കാലത്തിന്റെ നീളത്തിൽ സംഭവിച്ചതാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ മാത്രമാണ് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഇത് ലോകരക്ഷിതാവിൽ നിന്നുള്ളതാണ് എന്ന് അവകാശപ്പെട്ടിട്ടുള്ളൂ. ആ അവകാശവാദം ശരിയോ തെറ്റോ എന്ന് വേറെ പരിശോധിക്കാം. ഒരാൾക്ക് അവകാശവാദം തന്നെ ഇല്ലെങ്കിൽ
പിന്നെ അത് പരിശോധിക്കാൻ നിൽക്കുവോ? ഈ ഉത്തരവ് ഗവൺമെന്റിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടാൽ നമുക്ക് പരിശോധിക്കാം ഇത് ഗവൺമെന്റിൽ നിന്നാണോ, അത് ഫേക്ക് ആണോ. അങ്ങനെ ഒരു അവകാശവാദം ഒന്നും ഇല്ലാതെ ഏതോ ഒരാളൊരു പരിപാടിന് നോട്ടീസ് പോലെ കൊണ്ടു തന്നാൽ ഇത് ഗവൺമെന്റ് എന്നുള്ളതായിക്കോ നമ്മൾ പരിശോധിക്കാൻ തന്നെ പോകില്ല. അപ്പൊ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഖുർആൻ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്, ലോകരക്ഷിതാവിൽ നിന്നുള്ളതാണ് എന്ന് അവകാശപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വേറൊന്നും ഇല്ല. അപ്പോൾ അള്ളാഹുവിനോട് എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ അവകാശമില്ല. ആ അവകാശം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. അള്ളാഹുവിനോട് എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നത് അള്ളാഹുവാണ് പറഞ്ഞു തരിക. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ അതുകൊണ്ട് ദേവീ ദേവ സങ്കല്പത്തിലെ ഇന്നത് ഇഷ്ടം, ഇന്നതിനോടാണ് പ്രീതി, അല്ലെ, അവിടുത്തെ ഭദ്രകാളിക്ക് ഇന്നതാണ് വേണ്ടത്, അങ്ങനെയൊക്കെയാണല്ലോ ഓരോരുത്തരുടെ വിശ്വാസം. പലതും അങ്ങനെയാണ് ചെയ്യുന്നത്. ചില സ്ഥലത്ത് മദ്യമാണ് നിവേദ്യമായിട്ട്, കാരണം അത് അവിടുത്തെ ആൾക്ക് അതാണ് വേണ്ടത്, അതിന്റെ ഒരാളായിരുന്നു മൂപ്പര് എന്ന നിലക്കാണ്. അങ്ങനില്ല. അപ്പൊ അള്ളാഹു തന്നെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരും. അള്ളാഹ് ആരാണ്? അത് നിങ്ങളുടെ സങ്കല്പത്തിനെല്ലാം അതീതമായ ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെയാണ് പലതും മനസ്സിലാക്കുക. നമ്മളുടെ പരിമിതിയായിട്ട് കണ്ടാൽ മതി. ഏറ്റവും നല്ല ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും നല്ല ഒരു രൂപത്തിലേക്കാണ് ദൈവത്തെ ആളുകൾ സങ്കല്പിക്കുക. അപ്പോ അതില് വിഗ്രഹാരാധന വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അങ്ങനെ സങ്കല്പിക്കുന്നതിൽ. കാരണം വിഗ്രഹത്തെ സ്ഥാപിച്ചവർ പറയുന്നത് ഇതാണ് ദൈവം എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾ ദൈവത്തെ ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനൊരു ഏകാഗ്രത കിട്ടാൻ വേണ്ടി ഞങ്ങളൊരു അടയാളം വെച്ചു എന്നേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ആ അടയാളം വെച്ചവർക്കുള്ള പ്രശ്നം എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കി പോയിരുന്നത്. ക്രൈസ്തവതക്കും അത് സംഭവിച്ചു. ക്രൈസ്തവര് ശരിക്കും പറഞ്ഞാൽ വിഗ്രഹാരാധനക്കെതിരാണെന്ന് കിതാബ് കയ്യിലുള്ള ആൾക്കാരാണ്. പക്ഷേ അത് പാരായണം ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റൊരു കയ്യിൽ കിതാബിലുണ്ട് വിഗ്രഹാരാധനക്കെതിരൊക്കെ, പക്ഷെ ഇത് ഒരു പാരായണമൊന്നും ചെയ്യില്ല. ഇത് ഒരു കിതാബ് പാരായണം ചെയ്യുന്നവരാണ്. പക്ഷെ അവരും എന്ത് ചെയ്തു? പലതും വരച്ചു വെച്ചു. അപ്പൊ ആ വരച്ചു വെച്ചതോടുകൂടി അവരുടെ സങ്കല്പം എന്തായെന്ന് വെച്ചാൽ നേരെ ഇതിലേക്ക്. നിങ്ങൾക്ക് സാഹിത്യ രംഗത്ത് വല്ല പരിചയം ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു കഥ, ഒരു നോവൽ സിനിമയാകുന്നതോടുകൂടി 1000 ഭാവനകൾ ഇല്ലാതായി പോകും. ജീവിതം, അതിൽ നജീബ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം, ഓരോരുത്തരും വായിക്കുമ്പോൾ മനസ്സിൽ കാണുന്നൊരു നജീബ് ഉണ്ടാവും. അത് ഓരോരുത്തരുടെ അനുഭവവും ഓരോരുത്തരുടെ മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ അനുസരിച്ചാണ്. അയാൾ തന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ട് അതേ നോവൽ ഒന്നുകൂടി വായിച്ചാൽ അപ്പൊ അയാളുടെ മനസ്സിൽ വേറൊരു നജീബ് ഉണ്ടാവും. ഇതാണ് ഈ വായനന്റെ ഒരു ഭയങ്കരമായ സാധ്യത. പക്ഷെ അതൊരു സിനിമയാക്കുന്നതോട് കൂടിയിട്ട് പിന്നെ നജീബ് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് അഭിനയിച്ച ഒരു കഥാപാത്രം. അപ്പൊ അയാളുടെ മനസ്സിൽ അതാണ് വരിക. മറ്റുള്ള എല്ലാ ഭാവനകളും എന്തായിപ്പോയി? അവസാനിച്ചു. ഇതാണ് ബിംബം ഉണ്ടാകുമ്പോൾ, വിഗ്രഹം ഉണ്ടാകുമ്പോൾ, രൂപം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെയാണ് ആരാധനാ രംഗത്തും സംഭവിച്ചിട്ടുള്ളത് എന്നാണ്. ശരി, ഇങ്ങോട്ട് തന്നെ വരാം. അപ്പൊ ഇത് ദൈവശാസ്ത്രം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഖുർആനിൽ. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക. ഇൽമുൽ കലാം എന്ന് പറയും. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അസ്തിത്വം, അള്ളാഹു എങ്ങനെ. അപ്പൊ അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു പരിധിയുണ്ട്. അവിടം വരെ നമുക്ക് അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പുറത്ത് എന്താന്ന് വെച്ചാൽ ആ പരിധിക്ക് അപ്പുറത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എങ്ങനെ ആയിരിക്കും അള്ളാന്റെ ഒരു കോലം? ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നമുക്ക് ആകെ എന്താ കഴിയുക? നമുക്ക് കണ്ട സാധനങ്ങളെയല്ലേ അറിയുള്ളൂ. മലക്ക് എങ്ങനെയാണ് നമുക്ക് അറിയില്ല. കാരണം എന്താ? നമുക്ക് അതേപോലെ വേറൊന്ന് കണ്ടാലല്ലേ. ഇപ്പൊ സ്വർഗത്തിലെ കായികനികളെ പറ്റി പോലും പറയുന്നത്
നമ്മൾ ആരും അത് കണ്ടിട്ടില്ല. പക്ഷെ കണ്ടതിനെ വെച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് റുമാൻ. അപ്പൊ നമ്മളെ മനസ്സിലൊരു ചിത്രം വരും ആകാം. പക്ഷെ ഈ റുമാൻ എന്നല്ല അവിടെ പോയിട്ടുണ്ടാവുക. പക്ഷെ അപ്പൊ നമുക്ക് പരിചയമുള്ള ഒരു സാധനത്തെ വെച്ചേ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇത് നമ്മളുടെ പരിമിതിയാണ്. നമ്മളൊരു പരിമിതിയാണ്, എന്ത് ചെയ്യാനാണ്? അംഗപരിമിതരായ നമ്മളെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് കുറച്ചുകൂടി പരിമിതി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ചുവപ്പ്, പച്ച, മഞ്ഞ എന്നൊക്കെ പറയുമ്പോ നമ്മളെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വന്ന ഈ ചായങ്ങളല്ല അവരുടെ മനസ്സിലുണ്ടാവുക. കാരണം അവര് കണ്ണ് കണ്ടിട്ടില്ല, നിറങ്ങൾ കണ്ടിട്ടില്ല, അന്ധരായ ആളുകൾ. ഇനി അപ്പൊ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. കുറച്ചും കൂടി നമ്മുടെ രാജ്യം മുന്നോട്ട് പോയാൽ പിന്നെ ഒരുപാട് നിറങ്ങൾ ഇവിടെ കാണൂല എന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. ഒറ്റ നിറം ഉണ്ടാവുള്ളൂ, ബാക്കി നിറങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാൻ പോകും. അതാണ് ഇന്നലെ നടന്ന ഹോളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിറങ്ങൾ വാരി വിതറുന്നതിന്റെ അവസാനമാണെന്നാണ്. ഇനി അങ്ങനെ വാരി വിതറാനില്ല, ഒറ്റ നിറം മതി ഈ രാജ്യത്ത് എന്നാണ് തീരുമാനം. ആയത്തുൽ കുർസി നമ്മുടെ ജീവിതത്തിൽ നിത്യേന നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരു സാധനം. ഉദാഹരണം, ഉറങ്ങാൻ പോകുമ്പോ ആയത്തുൽ കുർസി ഓതുക എന്ന് പറയുന്ന ഒരു സംഗതി. ഉറങ്ങാൻ പോകും. എന്തിനാ ഉറങ്ങാൻ പോകുമ്പോ? എന്താ ഉറങ്ങണ മന്ത്രമായിട്ടാണ്? അല്ല. ഉറങ്ങാൻ നേരത്ത് നമ്മൾ ഷഹാദത്ത് പുതുക്കുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം ഉറക്കം എന്നത് ഒരു തരം മരണമാണ്. നമ്മൾ നമ്മുടെ ആദർശത്തെ ഒന്നുകൂടി ഉറപ്പിച്ച് ഈമാനാണ് ആദർശം എന്ന് പറയാം, ഒന്നുകൂടി സ്ഫുടം ചെയ്ത് കൃത്യപ്പെടുത്തി ആണ് നമ്മൾ ഉറക്കിലേക്ക് നീങ്ങുന്നത്. ചിലപ്പോ തിരിച്ചു വരാതെ തന്നെ പോകാം. പോവാണെങ്കിൽ ഇതൊക്കെ ഉറപ്പിച്ചിട്ടുള്ള ഒരു പോക്കായിക്കോട്ടെ എന്നുള്ളത്. അതാണ്. നിസ്കാരങ്ങൾക്ക് ശേഷം തന്നെയും ആയത്തുൽ കുർസി ഓതുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെ ഒന്നും അല്ലാതെ തന്നെ ആയത്തുൽ കുർസി ഓതിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്താണ് ആയത്തുൽ കുർസി. എല്ലാവർക്കും കാണാതെ അറിയും എന്നാണ് ഞാൻ ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്നത്. അത് ഞാനിപ്പോ ഒന്ന് ചെല്ലിച്ചൊന്നും നോക്കുന്നില്ല. അത് നമ്മൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ പൊതുവിൽ. അങ്ങനെ ഞങ്ങൾ വല്ലാതെ എന്ത് ചെയ്യരുത്, അങ്ങനെ അങ്ങോട്ട് ചോദിക്കരുത് എന്നുള്ള ഒരു അലിഖിത നിയമം നമുക്കിടയിൽ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അപ്പോ ഇടങ്ങേറാക്കരുത്, അടുത്ത ആഴ്ചയും വരുന്നത് നിങ്ങൾ മുടക്കരുത് എന്നുള്ള നിങ്ങളുടെ ഒരു ഭാവം, ആ ഭാവം അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ പോവാറുള്ളത് സാധാരണ. മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ആയത്തിൽ തന്നെ പറയാൻ പോണ കുറെ കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിച്ച് നോക്കാം കേട്ടോ. ആദ്യം വാക്കർത്ഥം പറയാം. അള്ളാഹു, അതിന് വാക്കർത്ഥം പറയേണ്ട കാര്യമില്ല. ലാ ഇലാഹ, ഒറ്റ ഇലാഹും ഇല്ല. ഇല്ലാഹു, അവനൊഴികെ. അൽ ഹയ്യ്, എന്നെന്നും ജീവിക്കുന്നവനാണ്. ഹയ്യ് എന്ന് പറഞ്ഞാൽ തന്നെ ജീവനുള്ളതെന്നാണ്. പക്ഷെ അത് നമുക്കൊക്കെ പറയാം, ജീവനുണ്ടല്ലോ നമുക്കൊക്കെ. പക്ഷെ അൽ ഹയ്യ് എന്ന് പറയുന്നതോട് കൂടിയിട്ട് അത് അള്ളാഹുവായി. അങ്ങനെ അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ സത്യത്തില് അള്ളാഹു ആണ് ജീവിച്ചിരിക്കുന്നവൻ. നമുക്ക് ജീവൻ കിട്ടിയതാണ്, അള്ളാഹു ജീവനുള്ളതാണ്. അതാണ് വ്യത്യാസം. നമ്മൾ ഉണ്ടായവരാണ്, അള്ളാഹു ഉള്ളവനാണ്. ഈ രണ്ടും തമ്മിൽ വ്യത്യാസം. നമ്മൾ ഈ ദൈവശാസ്ത്രമാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം. അൽ ഹയ്യ്, എന്നെന്നും ജീവിക്കുന്നവൻ. അൽ ഖയ്യൂം, ഖയ്യൂം എന്ന് പറഞ്ഞാൽ സെക്രട്ടറി എന്നാണ്, കാര്യദർശി എന്ന് പറഞ്ഞാൽ. സെക്രട്ടറിക്ക് എന്താ പണി? വെറുതെ എങ്ങനെ ഇരിക്കലല്ല. സെക്രട്ടറി ആണ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, നിയന്ത്രിക്കാന്നാണ് നമ്മളെ വെപ്പ്. അതിന് നിങ്ങൾ സമ്മതിക്കലുണ്ടോന്ന് അറിയില്ല.
എന്തൊക്കെ ചെയ്യാൻ പോകുമ്പോഴേക്കാ ഞങ്ങൾ ചോദിച്ചുകൊണ്ടാ ഒരു പണിയെടുക്കാൻ കഴിയില്ല. അപ്പൊ കാര്യങ്ങൾ നിയന്ത്രിക്കുക, ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ഖയ്യിം എന്ന് പറയുന്നത്. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അതിന്റെ തന്നെ സംഗതിയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ്. ലാ തൗഖുദുഹു, അവനെ ബാധിക്കുകയില്ല, സിനത്തുൻ, മയക്കം. വ എന്ന് പറഞ്ഞാൽ ആൻഡ്, ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, നൗം, ഉറക്കം. ഈ ഉറക്കവും മയക്കവും തമ്മിൽ വ്യത്യാസം എന്താണ്? ഉറക്കവും മയക്കവും തമ്മിൽ വ്യത്യാസം എന്താണ്? നല്ലോണം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം. ക്ലാസ്സിൽ ഇരുന്ന് നടക്കുന്നതാണ് മയക്കം, മറ്റേത് ഉറക്കം. കാരണം ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞ് നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്, അതിലേക്ക് പോവാണ്. മയക്കം എന്ന് പറയുന്നത് ഇങ്ങനെ എന്ത് ചെയ്യാണ്, അതിങ്ങനെ എന്നിട്ട് നമ്മളെ തന്നെ ഇല്ല ഞാൻ ഉറങ്ങണമെന്നും ഇല്ല എന്ന് ഇങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക വെച്ച്. ക്ഷീണം കൊണ്ട്, മറ്റു പലതുകൊണ്ടും, അലസത കൊണ്ട് ഒക്കെ മയക്കം വരാം. നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ അപ്പോഴും ഇങ്ങനെ നമ്മൾ കൂട്ടുപാടും അല്ലേ, പറയ് എന്നൊക്കെ പറയും. എന്തേ പറഞ്ഞെന്ന് വെച്ചാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. നമുക്ക് താല്പര്യമുള്ളൊരു സംഗതിയാണെങ്കിൽ ഉറക്കൊക്കെ എവിടെ പോയതും അറിയില്ല, നമ്മൾ ഇരുന്നിങ്ങനെ അല്ലേ. അപ്പൊ അങ്ങനെ പല നിലക്കും മയക്കം വരും. പിന്നെ ചില ആളുകൾ മയങ്ങാനുള്ള ഒരു കാരണം പ്രഭാഷകരാണ്. പ്രഭാഷണം നടത്തുന്നാക്കും ഒരു ബോധം വേണ്ടേ? എന്ത് അല്ല, ഇത് ഇവർക്ക് ഞാൻ എന്ത് ചെയ്യേണ്ടിയുണ്ട്, ശരിക്ക് ഇവരുടെ മനസ്സിൽ എത്തിക്കേണ്ടതുണ്ട് എന്നൊരു ബോധം ഉണ്ടാവണല്ലോ. അപ്പോ സദസ്സിൽ നോക്കിയിട്ട് അയാള് അതിനെ എന്ത് ചെയ്യണം, കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം. അതേ സമയത്ത് പ്രസംഗിക്കുന്ന ആൾ പ്രസംഗിക്കാൻ വഴിക്ക് ഇങ്ങനെ പോവാണ്, അവിടെ മുമ്പിൽ എന്തെല്ലാം സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാതിരിക്കരുത്. പലതുകൊണ്ടും വരും. ഇനി ഇതൊന്നും അല്ലാതെ ഒരാൾ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് വന്നൊക്കെ ഒരാളാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായി ശാരീരിക ക്ഷീണം തന്നെയും ഉണ്ടാകാം. ഡ്യൂട്ടി എടുത്ത് 24 hour ഡ്യൂട്ടി ഒക്കെ എടുത്ത് കഴിഞ്ഞ് വന്ന ഒരാളൊക്കെ ആണെങ്കിൽ ഒക്കെ ചിലപ്പോൾ അങ്ങനെ. ATM-ലൊക്കെ നമ്മൾ പോയാൽ ചിലപ്പോൾ ചില ആൾക്കാരെ കാണും, ഓല് നമ്മളോട് ചിരിക്കുന്നത് തന്നെ ഉണ്ടാവുള്ളൂ, ഓലിങ്ങനെ ഒരു പ്രത്യേക ഒരു മയക്കത്തിൽ. ഇതിനാണ് സിനത്ത് എന്ന് പറയുന്നത്. നൗം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഉറക്കം. അപ്പൊ വണ്ടി ഓടിക്കുമ്പോ എന്താ വരിക? വണ്ടി ഓടിക്കുമ്പോ സിനത്ത, മയക്കം വരികയാണ് ചെയ്യുക. എന്നാ അത് കേട്ടോളി. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കണ്ടു, ലഹു അവനുള്ളതാണ്, മാഫിസ് സമാവാത്ത് ആകാശങ്ങളിലുള്ളത്. സമാ എന്ന് പറഞ്ഞ ആകാശം, സമാവാത്ത് ആകാശങ്ങൾ, വ ആൻഡ് മാഫിൽ അർള് ഭൂമിയിലുള്ളതും. അപ്പൊ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രപഞ്ചത്തിലുള്ളത് എന്നാണ്. അല്ലാതെ ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും അതിനിടയിലുള്ളതില്ല എന്നില്ല. അത് എല്ലാം എന്നുള്ള അർത്ഥത്തിലാണ് ഖുർആൻ പൊതുവിൽ സമാവാത്ത് വൽ അർള് എന്ന് പറയാം. എല്ലാം. മൻ ആരുണ്ട്, ഉള്ളത്, അല്ലദീ എന്തുള്ളത്, യശ്ഫഉ ശഫാഅത്ത് ചെയ്യുന്നത്. അപ്പോൾ മൻ ദല്ലദീ യശ്ഫഉ ശഫാഅത്ത് ചെയ്യുന്നവൻ, ശുപാർശ ചെയ്യുന്നവൻ ആരുണ്ട്, ഇൻദഹു അവന്റെ അടുത്ത്, ഇല്ലാ ബിഇദ്നി അനുമതി കൂടാതെ, സമ്മതം കൂടാതെ ശുപാർശ ചെയ്യുന്നവൻ ആരുണ്ട്, യഅലമു അവൻ അറിയും, മാ ബൈന ഐദീഹിം മാ ഒന്ന്, ബൈന ഇടയിൽ, ഐദീഹിം ഐദീഹിം യദുൻ എന്ന് പറഞ്ഞാൽ കൈ, ഐദീഹിം എന്ന് പറഞ്ഞാൽ അവരുടെ കൈകൾ, അവരുടെ കൈയിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ളത് എന്നാണ് അർത്ഥം. രണ്ട് കൈയിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്നാണ്. വമാ ഖൽഫഹും
അവരുടെ പിന്നിലുള്ളത്, അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും ഒക്കെ അവൻ അറിയും. വലാ യുഹീതൂന അഹാത, വലാ യുഹീതൂന അവർ വലയം ചെയ്യുന്നില്ല, അഥവാ സൂക്ഷ്മമായി അറിയുന്നില്ല, ബിശൈഇൻ ഒന്നും, മിൻ ഇൽമിഹി അവന്റെ അറിവിൽ നിന്ന്, ഇല്ലാ ബിമാ ശാ അവൻ ഉദ്ദേശിച്ചതല്ലാതെ, വസിഅ എന്താണ്, വസിഅ ഉൾക്കൊണ്ടിരിക്കുന്നു, കുർസിയുഹു കുർസി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഹിന്ദിയിലും അത് തന്നെയല്ലേ പറയാ, കുർസി എന്ന് പറഞ്ഞാൽ കസേര. പക്ഷേ കസാര എന്ന് പറയുമ്പോ ഇവിടെ ആരുടെ കസാരനെ പറ്റിയാ പറയണത്, അള്ളാഹ്. അപ്പൊ പിന്നെ അതിന് കസാല എന്നല്ല പറയാ. അത് ഓരോരുത്തർക്കനുസരിച്ചല്ലേ, ഓരോരുത്തർക്കനുസരിച്ചല്ലേ പറയാ. കുർസിയുഹു അവന്റെ അധികാരം, പീഠം, അസ്സമാവാതി വൽ അർദ് ആകാശങ്ങളെയും ഭൂമിയെയും, വലാ യഊദുഹു അവന് ഭാരമാകുന്നില്ല, ഹിഫ്ദുഹുമാ അതിന്റെ സംരക്ഷണം, വഹുവ അവൻ അൽ അലി ഉന്നതനാണ്, അൽ അദീം മഹാനുമാണ്. ഇതാണ് എന്റെ വാക്കർത്ഥം. ഒന്ന് ഓതി വെക്കാലോ, ആയത്തുൽ കുർസി അല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു അസ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. പാരായണം ചെയ്യല് ഇങ്ങനെ കേട്ടോ, പറയലൊക്കെ വേറെയാണ്. അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ അതൊരു ചൊല്ലല് മാത്രമേ ആവുള്ളൂ. പക്ഷെ അത് ആലോചിച്ചും ഗൗരവത്തിലും ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. അതൊരു ചൊല്ലി തീർക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ആയിപ്പോവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നല്ലത് ഓതലാണ് കേട്ടോ, നന്നായിട്ട് പാരായണം ചെയ്യണം. ഒരുപാട് സമയമൊന്നും ഇപ്പൊ അതിന് വേണ്ടല്ലോ, വേണ്ട. അപ്പൊ ഇനി ശ്രദ്ധിക്കുക. ആയത്തുൽ കുർസി ആണെങ്കിൽ, ആമന റസൂൽ ആണെങ്കിലൊക്കെ ആമന റസൂൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം. ഇനി വരുന്നുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു, അല്ലാഹുവിനെ കുറിച്ച് പറയാൻ, അല്ലാഹു അവനല്ലാതെ ഇലാഹില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാറ്റിനെയും പരിപാലിക്കുന്നവനാണ്, മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല, ആകാശഭൂമികളിലുള്ളതൊക്കെയും അവൻ്റെതാണ്, അവന്റെ അടുക്കൽ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ കഴിയുന്നവൻ ആരാണ്, അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു, അവന്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ അവർക്കൊന്നും അറിയാൻ സാധ്യമല്ല, അവന്റെ ആധിപത്യം ആകാശഭൂമികളെയാകെ ഉൾക്കൊണ്ടിരിക്കുന്നു, അവയുടെ സംരക്ഷണം അവൻ ഒട്ടും ഭാരമാവുന്നില്ല, അവൻ അത്യുന്നതനും മഹാനുമാണ്. അപ്പൊ കസേര ഇവിടെ വന്നില്ല അങ്ങനെ പറഞ്ഞപ്പോ. കാരണം കസേര എന്നതുകൊണ്ട്, കുർസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കസേര എന്ന അർത്ഥത്തിലല്ല, അധികാരം, അള്ളാഹുവിന്റെ അധികാരം, ആധിപത്യം എന്ന അർത്ഥത്തിലാണ്. ആകാശഭൂമികളെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന അധികാരമുള്ളവനാണ് ആര്? അള്ളാഹു. അള്ളാഹുവിന്റെ അധികാര പരിധിക്ക് അപ്പുറത്ത് ഒരു സ്ഥലം ഇല്ല, അങ്ങനെ ഒരു സ്ഥലം ഇല്ല. അങ്ങനെ ഭൂമിയിലെ രാജാക്കന്മാർക്ക് അങ്ങനെ ചില സ്ഥലമൊക്കെ ഉണ്ടാവും അല്ലേ?
ഭൂമിയിലെ രാജാക്കന്മാർക്ക് അങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് അധികാരം ഇല്ലാത്ത ചില സ്ഥലങ്ങൾ. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് പ്രത്യേകമായ ചില സ്ഥലം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ അവരുടെ വിമാനം വന്നിറങ്ങും, അവരവിടെ നിന്നും പോകും. അത് ഇവരായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചില സംഗതികളുണ്ട്. അപ്പോ അങ്ങനെ അധികാരമില്ലാത്ത, കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലവും ആകാശത്തും ഭൂമിയിലും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ എവിടെയും ഇല്ല. അള്ളാഹുവിന്റെ അധികാരത്തിന് കീഴിലാണ് എല്ലാം ഉള്ളത്. അപ്പോൾ അള്ളാഹു ലാ ഇലാഹ, അവനല്ലാത്ത ഇലാഹില്ല, അവനല്ലാത്ത ഒരു ഇലാഹുമില്ല. ആരാണ് അള്ളാഹു എന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലെ? അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതൊക്കെ അള്ളാഹു ആരെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഖുർആനിൽ വന്നിട്ടുള്ള അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം ആരാണ് അള്ളാഹു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. അതിനൊന്നും പങ്കുകാരെ ചേർക്കാൻ പാടില്ല. അർ-റാസിഖ്, അതിനൊരു പങ്കുകാരൻ ഉണ്ടാവാൻ പാടില്ല. അർ-റഹീം, അർ-റഹ്മാൻ, അസ്-സമദ്, അൽ-മലിക്, അൽ-ഖുദ്ദൂസ്, അസ്സലാം, ഇതൊന്നും വേറെ ആൾക്ക് പേരുണ്ടാവില്ല, അള്ളാഹുവിന് മാത്രം. ഈ അള്ളാഹു എന്ന് പറയുന്നത് തന്നെയും പ്രത്യേകത ഉള്ള പേരാണ്. ഞാൻ പല പ്രാവശ്യം അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേറൊരു പേരില്ല. ഏകവചനമോ ബഹുവചനമോ സ്ത്രീലിംഗമോ പുല്ലിംഗമോ ഒന്നും ഇല്ലാത്ത ഒരു സ്പെഷ്യൽ പേരാണ് എന്ത്? അള്ളാഹ്. അത് അങ്ങനെ തന്നെ പറയുന്നത് പോലെ ആവൂല വേറെ എങ്ങനെ പറഞ്ഞാലും. വേറെ എങ്ങനെയും പറഞ്ഞുകൂടാന്ന് അതിനർത്ഥമില്ല. കാരണം ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവം എന്ന് ചിലപ്പോ പറയും. അല്ലെങ്കിൽ ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ദൈവമല്ലാതെ, സാക്ഷാൽ ദൈവമല്ലാതെ മറ്റു ദൈവങ്ങളില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ ഒരാൾക്ക് മനസ്സിലാവുന്ന കാര്യവും അള്ളാഹു അല്ലാതെ വേറെ ദൈവങ്ങളില്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവണം തമ്മിൽ വ്യത്യാസം. അള്ളാഹു അല്ലാതെ വേറൊരു ആരാധ്യനും ഇല്ല എന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കുക അവര് വളരെയധികം റിജിഡാണ്, അല്ലെ? ഒന്നിനെ ഒരു വലുത് മാത്രം, അല്ല മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെയൊക്കെ പിന്നെ എന്താണെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ അവര്. അവർക്ക് അറിയില്ലല്ലോ നമ്മൾ പറയുന്നത് നമ്മളെ മാത്രം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിനെ കുറിച്ചല്ല, അവരുടെയും നമ്മളുടെയും ഒക്കെ ഇലാഹിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഭാഷാപരമായ ഒരു കാര്യം. അല്ലെങ്കിൽ തന്നെ മുൻവിധിയാൽ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മളിപ്പോ ഇവിടെതാ എല്ലാത്തിനും പരിഹാരം നമ്മളെത്തുണ്ട് ഖുർആനാണ്. നമുക്കത് അറിയാം. നമ്മളിത് പകയിൽ പള്ളിയിൽ നിന്നാണ്. നമ്മൾ തമ്മിൽ ഇങ്ങനെ പറഞ്ഞാൽ ഇതിന് വല്ല പരിഹാരവും. കാരണം നമ്മുടെ രാജ്യത്തിന്റെ പോളിസി തീരുമാനിക്കുന്നവരും അത് നടപ്പിലാക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒന്നും ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. ആ ഐഡിയ ഇല്ലാത്തടത്തോളം കാലം നമ്മളിങ്ങനെ തമ്മിൽ പറയാന്നല്ലാണ്ട് വേറൊരു കാര്യമില്ല. എന്നാൽ ഈ പോളിസി മനസ്സിലാക്കുന്നവരിലേക്ക് നമ്മളിൽ നിന്ന് എങ്ങനെയാണ് മെസ്സേജ് കിട്ടുക? അത് നമ്മുടെ പ്രസംഗങ്ങളിലൂടെയോ മുദ്രാവാക്യത്തിലൂടെയോ ഒക്കെ ആയിരിക്കും. മുമ്പേ തന്നെ മുൻവിധിയുള്ള ഒരു സമൂഹം നമ്മളെ പ്രസംഗം കേൾക്കാൻ വന്നു നിൽക്കുകയാണെങ്കിൽ ആ പ്രസംഗത്തിൽ നമ്മുടെ പറയുന്ന കാര്യങ്ങളെ കൂടി കേട്ടാൽ അവർക്ക് എന്താ തോന്നുക? ഇവര് തീരെ വിശാലതയില്ലാത്ത, ഇവരല്ലാത്ത ആരെയും അംഗീകരിക്കാത്തൊരു കൂട്ടരാണെന്നാണ് തോന്നുന്നത്. അപ്പൊ അവര് റിപ്പോർട്ട് അയക്കുക, മേലുദ്യോഗസ്ഥന്മാർക്ക് റിപ്പോർട്ട് കൊടുക്കുക എന്തായിരിക്കും? ഗുണകരമായ ഒരു റിപ്പോർട്ട് ആയിരിക്കൂല. കാരണം ആദ്യം തന്നെ മുൻവിധി ഉണ്ട്. രണ്ടാമത്തത് പിന്നെ ഇതും കൂടി കേൾക്കുമ്പോൾ അപ്പൊ പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യം കേട്ടു നോക്കിയാല് പ്രബോധനത്തിൻ്റെതായ ഒരു ദഅവത്തിൻ്റെതായ ഫലമായിരിക്കൂല ചിലപ്പോൾ അത് ചെയ്യാം. പക്ഷെ പ്രതിഷേധിക്കാതിരിക്കാനും പറ്റൂല. അപ്പൊ ഈ പോളിസി മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള സന്മാർഗ സന്ദേശം എത്തണം. എന്നാലാണ് അതിന്റെ ഫലം ഉണ്ടാവുള്ളൂ. ആ എത്താനുള്ള വഴി എന്ത് എന്നുള്ളത് നമ്മൾ വേറെ
ആലോചിക്കേണ്ടതായി വരും എന്നതാണ്. അള്ളാഹു എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, സാക്ഷാൽ ദൈവമെന്നോ ഈശ്വരനോ ഒക്കെ പറയണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തു പറഞ്ഞാലും അത് ഇതേപോലെ ആവൂല. ഈശ്വരന്മാരെന്ന് പറയാലോ, ഭാഷാപരമായിട്ട് ഈശ്വരന്മാര് അള്ളാഹുമാര് എന്ന് പറയാൻ കഴിയില്ല. ദൈവത്തെ ദേവി എന്നോ ദൈവങ്ങൾ എന്നോ ഒക്കെ പറയാലോ. അതിന് പുല്ലിംഗവും സ്ത്രീലിംഗവും ബഹുവചനവും ഒക്കെ ഉണ്ട്. അതൊന്നുമില്ലാത്ത ഒരു യഥാർത്ഥ പേര് എന്ന നിലക്ക് അള്ളാഹു എന്ന്. അത് പക്ഷേ അറബി ഭാഷയിലാണ്. അറബി ഭാഷയിൽ അല്ലാതെ വന്ന നബിമാരുടെ വാക്കുകളിൽ നിന്നും ഈ അള്ളാഹു എന്ന് കാണുന്നില്ല. ഇപ്പൊ ഹിബ്രു ഭാഷയിലൊന്നും അള്ളാഹു എന്നല്ല ഉള്ളത്, വേറെയാണുള്ളത്. പല രീതിയിലും ആലോഹി എന്നും ഒക്കെ പറയുന്ന സംഗതികൾ. എന്തായാലും അതിനങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല. അവനല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞാൽ പോലും ഉള്ള വിഷയം എന്താന്ന് വെച്ചാൽ, ആരാധന നടത്തുകയാണെങ്കിൽ അവനോട് ചെയ്താൽ മതി എന്നേ അർത്ഥം വരുള്ളൂ. അള്ളാഹു അല്ലാത്ത വേറൊരു ആരാധ്യനില്ല. ശരി, ആരാധിക്കുകയാണെങ്കിൽ അള്ളാഹിനെ ആരാധിച്ചാൽ മതി, ആരാധിക്കുന്നില്ലേ കുഴപ്പമില്ല. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാധിക്കുകയാണെങ്കിൽ അള്ളാഹിനെ ഒന്നില്ലല്ലോ. പിന്നെ അയാളുടെ ജീവിതം മുഴുവനും ആർക്കാണ്? അള്ളാഹുവിനാണ്. അപ്പൊ അത് നമ്മളെ മലയാള ഭാഷയുടെ ഒരു പരിമിതിയായിട്ട് മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഇല്ലാതെ ഇലാഹില്ല. എന്തൊക്കെയാണോ അവിടെ ഇലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതെല്ലാം ആ അർത്ഥത്തിൽ ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ പറയല്ലാതെ മാർഗം. അപ്പൊ അള്ളാഹു അല്ലാത്തൊരു ഇലാഹില്ല. അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്, അവനെല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ലാ തൗഖുദുഹു സിനത്തും വലാ നൗം. ഇപ്പൊ നമ്മളെ നാട്ടിൽ ശിവരാത്രി ഉണ്ട്. 364 ദിവസവും ശിവൻ ഉണർന്നിരിക്കുകയും ഒരു ദിവസം ഉറങ്ങുകയും ചെയ്യും. അന്ന് നമ്മൾ ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ക്രൈസ്തവര് പറയുന്നത് 6 നാൾ കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചു, 7-ാം നാൾ ദൈവം വിശ്രമിച്ചു എന്നാണ്. അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ സങ്കല്പമാണ്. അള്ളാഹു പറയാണ് അള്ളാഹ്ക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കേണ്ടതായ പ്രശ്നങ്ങളൊന്നും. അപ്പൊ നമ്മളുടെ ഒരു സ്വഭാവത്തെ അള്ളാഹുവിലേക്ക് ആരോപിക്കുമ്പോഴാണ് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്, അള്ളാഹു താലക്ക് എന്തില്ല, ഉറക്കവുമില്ല മയക്കവുമില്ല. ആകാശങ്ങളിലും ഭൂമിയിലും പ്രപഞ്ചത്തിലുള്ള സകലതിന്റെയും ഓണർ ആരാണ്? അള്ളാഹുവാണ്. ഇന്നത് അള്ളാഹിൻ്റെത് മറ്റേത് ഇന്നാളതൊന്നുമില്ല, എല്ലാം അള്ളാഹിന്റെ തന്നെയാണ്. എന്നിട്ട് ചോദ്യം, മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവന്റെ അടുത്ത് പോയിട്ട് അവന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ ആരുണ്ട്? അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു ശുപാർശ ഉണ്ട്. കാരണം അനുവാദം ഇല്ലാതെ ശുപാർശ ചെയ്യാൻ ആരുണ്ട് എന്നാണ്. ഇതിന് നേരെ മുകളിൽ പറഞ്ഞ ആയത്തിൽ എന്താണ് പറയുന്നത്? ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തും വലാ ശഫാഅ വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ. നിങ്ങളുടെ കൊള്ളക്കൊടുക്കകളോ സൗഹൃദമോ ശുപാർശയോ ഒന്നും നടക്കാത്ത ഒരു നാളാണ് വരാനുള്ളത് എന്നാണ്. ഇവിടെ അതിന്റെ ഒന്നും കൂടി ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് വന്നിട്ട് വിശദീകരിക്കുകയാണ്. അതായത് ഷഫാഅത്ത് നടക്കൂല എന്ന് പറഞ്ഞത് നിങ്ങളുടെ തന്നിഷ്ടപ്രകാരമുള്ള ഷഫാഅത്തിനെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി നടക്കുന്ന ചില ഷഫാഅത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി നടക്കുന്ന ഷഫാഅത്ത് എന്താണ്? അത് അള്ളാഹു ചില ആളുകളെ ആദരിക്കുകയാണ്. നല്ലോണം മനസ്സിലാക്കണം. ഈ വിഷയത്തില് നമ്മളെ സമുദായത്തിൽ ഭയങ്കരമായ തെറ്റിദ്ധാരണകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തിന് അർഹതയുള്ള ആളാണ്, അത് സത്യ. പക്ഷെ ആ സത്യം
ഒരു സത്യത്തിന്റെ മുകളിലാണല്ലോ വേറെ പലതും പിടിച്ചു പറിച്ച് കയറുക. ഒരു നല്ല മാവിന്റെ മുകളിലാണല്ലോ ഇത്തിക്കണ്ണി ഉണ്ടാവുക. ഇത്തിക്കണ്ണി മാത്രമായിട്ട് ഉണ്ടാവില്ലല്ലോ. കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ കാണായിട്ടാണോ? ഒന്നുമില്ലാണ്ട് ഇത്തിക്കണ്ണി മാത്രം ഉണ്ടാവോ? ഏതോ ഒരു മരത്തിന്റെ മുകളിലാണ് ഇത്തിക്കണ്ണി. ഇതുപോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശിർക്കും വിദഗ്ധത്വം ഒക്കെ ഉണ്ടാവുക അസില് ശരിക്കും തന്നെ ഉള്ളതിന്റെ മുകളിലായിരിക്കും ചുറ്റിപ്പറ്റിയിട്ടുണ്ടായ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തിന് അർഹതപ്പെട്ട ആളാണ്. അത് ദീന് സ്ഥിരപ്പെട്ടതാണ്. അതിന്റെ മുകളിൽ വരുന്ന ഇത്തിക്കണ്ണിയാണ് പിന്നെന്തെന്ന് വെച്ചാൽ, അതുകൊണ്ട് നമ്മൾ റസൂലിനെ സന്തോഷിപ്പിക്കുക, തൃപ്തിപ്പെടുത്തുക എന്നതാണ് വേണ്ടത്. അപ്പൊ എന്താവും? ഷഫാഅത്ത് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോളി സലാത്ത്, അതുകൊണ്ട് മൗലൂദ് ചൊല്ലിക്കോളി, അതുകൊണ്ട് ഇന്നത് നടത്തിക്കോളി. കാരണം അങ്ങനെ വന്നാൽ നമുക്ക് ആ ഷഫാഅത്ത് കിട്ടും എന്നാണ്. അത് പക്ഷേ യഥാർത്ഥത്തിൽ അടിസ്ഥാനമില്ലാത്ത കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടിയുള്ള ഷഫാഅത്താണ്. അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടിയുള്ള ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ ഷഫാഅത്ത് നടത്തുന്ന ആർക്കും അനുവാദം വേണം. ആർക്ക് വേണ്ടിയാണോ ഷഫാഅത്ത് നടത്തുന്നത് അതും അള്ളാഹുവിന്റെ അനുവാദം ഉണ്ടാവണം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന പല ഷഫാഅത്തുകളുണ്ട്, ഒന്നൊന്നല്ല. അത് സ്വർഗവും നരകവുമായി മാത്രം ബന്ധപ്പെട്ടതുമല്ല. ഇപ്പൊ വിചാരണ നടക്കുന്നില്ല, അങ്ങനെ ദീർഘകാലം ഓരോ ഉമ്മത്തികളും അവരുടെ നബിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു നോക്കുന്നൊക്കെയാണ് ഹദീസിലുണ്ട്. അങ്ങനെ പറഞ്ഞു റസൂലുള്ളാഹിന്റെ അടുത്തെത്തും. റസൂൽ പറഞ്ഞു, ഞാൻ തന്നെയാണ് അതിനെ അർഹതപ്പെട്ട ആള്, എന്തിന്? ശുപാർശ നടത്താൻ. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴും. അതിൽ പറയാണ്, എത്ര കാലമാണ് സുജൂദിൽ ഉണ്ടാവുക? അള്ളാഹ് ഉദ്ദേശിക്കുന്ന ഒരു കാലം. കുറയാം കൂടാം. അങ്ങനെ അള്ളാഹുവിനോട് പറയാണ്, പടച്ചോനെ ഈ ഒരു വിചാരണ നടത്തി. അപ്പൊ അതൊരു ഷഫാഅത്ത്. അങ്ങനെ പലതും ഉണ്ട്. സ്വർഗം തുറക്കാനുള്ള ഷഫാഅത്ത്, അങ്ങനെ പലതും പറയുന്നുണ്ട്. ഈ ഷഫാഅത്തിന്റെ ഒന്നും ഗുണഭോക്താക്കൾ ആരല്ല? അള്ളാഹ്ക്ക് പൊരുത്തല്ലാണ്ട് ജീവിച്ചവരല്ല. അള്ളാഹു തആല ഷഫാഅത്തിനുള്ള അവസരം നൽകുന്നത് അള്ളാഹു ചിലരെ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. ശുഹദാക്കൾക്ക് ഷഫാഅത്ത് നൽകാനുള്ള അനുവാദം. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ആൾക്ക് ഇതിനുള്ള ഷഫാഅത്തിനുള്ള അവകാശം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആ മലക്കുകൾ ഷഫാഅത്ത് ചെയ്യും. ഇല്ലാ ലിമൻ ഇർത്തളാ, ഖുർആൻ പറയുന്നു, അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവരുടെ, അള്ളാഹു തആലക്ക് തൃപ്തിയുള്ളവർക്ക് മാത്രമേ മലക്കുകളെ ശുപാർശ കിട്ടുള്ളൂ. അല്ലാണ്ട് മലക്കുകൾ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന പരിപാടി ഇല്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ഒരു സദസ്സിൽ വെച്ച് ഒരാൾക്ക് സമ്മാനം കൊടുക്കുന്നത് പോലെയാണ്, വേഗം മനസ്സിലാവാൻ. ഒരു സദസ്സിൽ വെച്ച് ഒരാൾക്ക് സമ്മാനം കൊടുക്കണം. ആരാ കൊടുക്കുക? ഒരാളെ നമ്മൾ അതിന് തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുക്കപ്പെട്ട ആളോടുള്ള ആദരവാണ്, അല്ലെ? സമ്മാനം കൊടുക്കാൻ ഒരാളെ നമ്മളെ നാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കുകയാണ്, അയാളോടുള്ള ഒരു ആദരവാണ്. ചിലപ്പോൾ അയാളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അയാളുടെ പദവി, അതല്ലെങ്കിൽ അയാളുടെ പ്രായം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെ? ആ ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതയെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ അയാളോട് എന്ത് പറയുന്നത്? ഇവിടെ ഒരു സമ്മാന വിതരണം ഉണ്ട്, നിങ്ങൾ വരണം. സമ്മാന ദാനം എന്ന് പ്രയോഗിക്കരുത്, അത് തെറ്റാണ്. സമ്മാന വിതരണം എന്നാ പറയേണ്ടത്. ഈ ദാനം കൊടുക്കല്ലോ, സമ്മാന വിതരണം. അപ്പൊ ഈ അവാർഡ് വിതരണം എന്നൊക്കെയാ പറയുന്നത്. ഇംഗ്ലീഷിൽ എന്താ പറയാ? പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്നല്ലേ? അപ്പോ അപ്പൊ ആദ്യം ആദരിക്കപ്പെടുന്നത് ആരാണ്? സമ്മാനം കൊടുക്കുന്ന ആളാണ് ആദരിക്കപ്പെടുന്നത്. ചിലപ്പോൾ അയാൾ 10ാം ക്ലാസ്സിൽ തന്നെ ജയിച്ചിട്ടുണ്ടാവില്ല. അയാൾ സമ്മാനം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്കും റാങ്ക് വാങ്ങിയ ആൾക്കും ആയിരിക്കും. അപ്പൊ അയാള് സമ്മാനം കൊടുക്കാൻ വരുമ്പോ നിങ്ങൾ സർട്ടിഫിക്കറ്റ് എന്താന്ന് ചോദിക്കോ? ഇല്ല. കാരണം അയാളെ നമ്മൾ വിളിച്ചത് വേറെ ചില പരിഗണന വെച്ചിട്ടാണ്. അതിൽ അയാൾ ടോപ്പായിരിക്കും, അത്രേ ഉള്ളൂ.
അപ്പോൾ അത് അയാൾക്ക് തന്നെ കിട്ടുന്ന ഒരു ആദരവാണ്. രണ്ടാമത്തെ ആദരവ് ആർക്കാണ്? ആ സദസ്സിന് കിട്ടുന്ന ആദരവാണ്. അങ്ങനെയുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു സമ്മാനം കൊടുക്കാനുള്ള ഒരു സദസ്സാണിത്. അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കൊടുത്താൽ പോരെ. അപ്പൊ ഇവിടുന്ന് കൊടുക്കുമ്പോ ആ ആദരവ്. ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ആദരവിന് ശേഷമാണ് സമ്മാനം കിട്ടുന്ന ആൾ ആദരിക്കപ്പെടുന്നത്. മനസ്സിലായോ? പക്ഷേ നമ്മളെ പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ, മത്സരം നടത്തുന്നത് സംഘാടകര്, 1, 2, 3 സ്ഥാനം തീരുമാനിച്ചത് സംഘാടകര്, ജഡ്ജിമാരൊക്കെ വെച്ചിട്ടുണ്ടാവും. സമ്മാനം വാങ്ങിയതിന്റെ ചെലവ് വഹിച്ചത് സംഘാടകര്, അത് പൊതിഞ്ഞ് നല്ല ഉഷാറാക്കിയത് സംഘാടകര്, അല്ലേ? ഇതെല്ലാം ചെയ്ത സംഘാടകരോട് സമ്മാന വിതരണത്തിന് വന്ന ആള് പറയാം, എത്രയും നിങ്ങൾ ചെയ്തില്ല, നിങ്ങൾ എന്നെ അങ്ങോട്ട് കൊടുത്താളിന്ന് പറയും? പറയില്ല. കാരണം എന്താ? ഇയാളെ ഏൽപ്പിച്ച പണി എന്താണ്? അത് ഇവിടുന്ന് ഇങ്ങനെ വാങ്ങാ, ഇവിടെ അങ്ങോട്ട് കൊടുക്കുക. സമ്മാനം കൊടുക്കാൻ വന്ന ആൾ അവിടെ ഇരിക്കുന്നുണ്ട്, വേദിയിലേക്ക് കയറിയിട്ടില്ല. അടുത്ത സെഷനിലാണ് അദ്ദേഹം സംസാരിക്കുക. അപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാർ മൂപ്പരോട് പോയിട്ട്, ഫസ്റ്റ് എനിക്കായിരുന്നേ, നമ്മൾ നിങ്ങളെ സ്വന്തം ആളാണ്. കൊടുക്കാൻ പറ്റുമോ? കാരണം എന്താണ്? ഫസ്റ്റ് സെക്കൻഡ് ആരാ തീരുമാനിക്കുന്നത്? സമ്മാനം കൊടുക്കുന്ന ആളല്ല തീരുമാനിക്കുന്നത്, അത് സംഘാടകർ തീരുമാനിക്കും. അപ്പൊ സംഘാടകർ നടത്തിയ മത്സരം, സംഘാടകർ നടത്തി വാങ്ങിയ സമ്മാനം, സംഘാടകർ തന്നെ തീരുമാനിച്ച സമ്മാന വിതരണക്കാരൻ, അല്ലെ, ആ സമ്മാനം വാങ്ങിയിട്ട് കൊടുക്കുക എന്ന പണിയാണ് ആർക്കുള്ളത്? അത് ചെറിയ പണിയൊന്നുമല്ല. കാരണം തന്നെ അതിനായിട്ട് ചിലപ്പോൾ ആള് ഡൽഹിയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ വരും ഇത് കൊടുക്കാനായിട്ട്, അവാർഡ് കൊടുക്കാനായിട്ട് വരും. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് നടത്തും എന്ന് പറഞ്ഞാൽ ആർക്കാണ് ശഫാഅത്ത് ചെയ്യുക? അല്ലാഹു തആല ലിസ്റ്റ് കൊടുക്കും. നബിയെ ഇന്ന ആൾക്കാർക്ക് ശഫാഅത്ത് ചെയ്തോളൂ. ആ ലിസ്റ്റ് അനുസരിച്ചാണ് ശഫാഅത്ത്. ആ ലിസ്റ്റ് അനുസരിച്ച് ശഫാഅത്ത് റസൂൽ നടത്തും, അതിന് ഫലം ഉണ്ടാവും, ആ ഫലം കിട്ടുകയും ചെയ്യും. അത് യഥാർത്ഥത്തിൽ നബിയോടുള്ള ആദരവാണ്. നമ്മള് ബാങ്കിന് ശേഷം ദ്വാരക്കലില്ലേ, ആത്തി മുഹമ്മദനിൽ വസീല വൽ ഫദീല വബഅസഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു. നീ വാഗ്ദാനം ചെയ്ത ആ മഖാമ മഹ്മൂദ് എന്ന് പറയുന്ന, അതാണ് നബിയുടെ ആ സ്ഥാനം, സാക്ഷി നിൽക്കുന്ന ആ സ്ഥാനം എന്ന് പറയുന്ന റസൂലുള്ളാഹിക്ക് കിട്ടുന്ന സ്ഥാനമാണ്. അതിനുവേണ്ടി നിങ്ങൾ ദ്വാരക്കണം എന്നൊക്കെ റസൂൽ നമ്മളോട് പറഞ്ഞതാണ്. സ്വർഗത്തിൽ 2 സ്ഥാനങ്ങളുണ്ട്, വസീലയും ഫദീലയും. ആത്തി മുഹമ്മദനിൽ വസീല വൽ ഫദീല, അത് രണ്ടും എനിക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അത് നമ്മൾ നബിയുടെ പേര് പറഞ്ഞിട്ട് തന്നെ പ്രാർത്ഥിക്കുക. ആത്തി മുഹമ്മദൻ അൽ വസീല വൽ ഫദീല വബഅസഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു. നീ റസൂലിന് കൊടുക്കാന്ന് വാഗ്ദാനം ചെയ്ത മഖാമ മഹ്മൂദ് ഉണ്ടല്ലോ, അത് കൊടുക്കണേ. അപ്പൊ നമ്മക്ക് ബാങ്ക് കേട്ടാ ഇതിനെ കേട്ടാ നേരോ, അത് വേറെ വിഷയമാണ്, അത് മൊത്തത്തിലുള്ള വിഷയമാണ്, അതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല. അപ്പോ ഏതായാലും ഇങ്ങനൊക്കെ ഒരു സംഗതി അതിന്റെ ഇടയിൽ ഉണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്യൂ. റസൂലുള്ളാഹ് നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ശഫാഅത്ത് നടത്തും. പക്ഷെ അവിടെ നിന്ന് ശഫാഅത്ത് നടത്തുന്നത് ഈ ഒറ്റ ദുആ കൊണ്ട് മാത്രമല്ല, ഈ ദുആ നടത്താൻ പോലും നിങ്ങളെ പ്രേരിപ്പിച്ച റബ്ബിനോടുള്ള നിങ്ങളുടെ വിധേയത്വത്തിന്റെ ഫലമായിട്ട് റബ്ബ് നിങ്ങളുടെ പേര് ശഫാഅത്ത് നൽകപ്പെടുന്നവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു എന്നതാണ്. അപ്പൊ ചോദ്യം, നേരത്തെ ചോദിച്ച ചോദ്യം, എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ കൂടി ആക്കള്? ഇവിടുന്ന് നല്ലത് പ്രവർത്തിച്ചവരോടൊക്കെ ആ സ്വർഗത്ത് പോയിക്കോ അറിയിച്ചാൽ പോരെ. അതിനിടയ്ക്ക് പിന്നെ ഒരു സിറാത്ത് പാലം, ഒരു കിതാബ് കൊടുക്കല്, ഒരു വിചാരണക്ക് നേരം പോകല്, എന്നിട്ട് ഒരു ശഫാഅത്ത്. ഈയൊന്നും ആവശ്യമില്ലാന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാ. അവിടെ അതിന് പ്രശ്നം. ഇതിന്റെ ആവശ്യമുണ്ടോ അല്ലേന്ന് ഞാനും നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അല്ലാഹു എന്താണ്? അവൻ ഉദ്ദേശിച്ചത് ചെയ്യുന്നവനാണ്. അള്ളാഹു ഉദ്ദേശിച്ചത് ചെയ്യുന്നവനാണ്. ഇങ്ങനെ എന്തിനാന്ന് ചോദിക്കുമ്പോ ആ ചോദ്യം കുറച്ചുകൂടി പിന്നോട്ട് വന്നാ പിന്നെ അടുത്ത ചോദ്യം എന്തായിക്കോ? എന്തിനാ ഈ ദുനിയാവ്? ഒരാളെ നന്മ പരീക്ഷണം, എന്തിനാ ഇപ്പൊ പരീക്ഷണം? അള്ളാഹ്ക്ക് ആദ്യം അറിഞ്ഞൂടെ? ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ ചോദ്യത്തിന് അർത്ഥമല്ല. കാരണം ഇങ്ങനെയാണ് ആര് പറഞ്ഞിരിക്കുന്നത്?
അള്ളാഹ് അറിഞ്ഞിരിക്കും. അപ്പൊ നമ്മളിൽ നിന്ന് അള്ളാഹുവിന് കിട്ടേണ്ടത് 4 സുജൂദും അതുപോലെ 2 റുക്കുവൊന്നുമല്ല. അള്ളാഹ് എന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പിലാക്കുന്നവനാണ് എന്നുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള കീഴ്വണക്കം, അനുസരണം, ആ അംഗീകാരം. ആയിക്കോട്ടെ റബ്ബേ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നവനാണ്, ആയിക്കോട്ടെ, ഞങ്ങൾ അതിന് റെഡിയാണ്. അതിനെയാണ് സമർപ്പണം എന്ന് പറയുന്നത്. അതാണ് ആത്മസമർപ്പണം. ഞാനെല്ലാം ഇത് തന്നിരിക്കുന്നു, അങ്ങനെയാണ്. അതാണ് അടിമത്വം. യഥാർത്ഥത്തിൽ അടിമത്വം അതാണ്. വേറെ ചോദിക്കലില്ല പിന്നെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുക 255 എന്താ ആയത് അല്ലേ? ആ 255 പറയാൻ അള്ള തീരുമാനിച്ചു. പിന്നെ ഒന്നിൽ പറയൂ? അള്ളാന്റെ കിതാബാണേ, അള്ളാന്റെ കലാമാണ്. അള്ള പറയാണ്, അള്ള അന്നേരം പറയാനാണ് തീരുമാനിച്ചു. അപ്പൊ നമുക്ക് വേറെ ഒന്നുമില്ല, ഒന്നുമില്ല. ഇനി നിങ്ങൾ വേറെ ഒന്ന് മനസ്സിലാക്ക്, ഇറങ്ങിയ ഇറങ്ങിയ ഓർഡറിലല്ലല്ലോ ഇപ്പൊ ഇതുള്ളത്, മുസാഫ് ഉള്ളത്. ആദ്യം ഇക്രവിസ്മി പറഞ്ഞു, അള്ള ഏകനാന്നൊന്നും പറഞ്ഞില്ല. ആദ്യം പറഞ്ഞത് എന്താ? വായിക്കുന്ന. കാരണം ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്തോനല്ലേ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്നതാണ്. ശരി, അപ്പോൾ ആരാണ് ശുപാർശ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹു താലയുടെ അനുവാദം കിട്ടിയാലേ. അപ്പൊ അതാണ് ശുപാർശയുടെ ഒരു രീതി. ഇത് നമ്മളെന്ന് എപ്പോഴും നയിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും കഴിഞ്ഞു പോയതും വരാനുള്ളതും എല്ലാം ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാത്ത ഒരു വിവരവും അവിടെ നിന്നിട്ട് എടുക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ ആധിപത്യമാകട്ടെ ആകാശഭൂമികളെ ചൂഴ്ന്ന് നിൽക്കുന്നതാണ്. ഈ ആകാശങ്ങളെയും ഭൂമിയെയും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത വിശദാംശങ്ങളും വിശദീകരണങ്ങളും നിഗൂഢതകളും ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ. എന്നാൽ ഇതൊക്കെ കൂടി കേട്ടിട്ട് നമുക്ക് തോന്നാം, ഓ ഇതൊക്കെ കൂടി ഇപ്പൊ അള്ളാഹ്ക്ക് കഴിയോ എന്ന് തോന്നണ്ട. അതും നിങ്ങളുടെ സ്വഭാവം അള്ളാഹുവിലേക്ക് ആരോപിക്കുമ്പോൾ തോന്നുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ആകാശഭൂമികളുടെ ആധിപത്യം ചൂഴ്ന്നു നിൽക്കുന്നു, വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഒരു പ്രയാസമുള്ള കാര്യമല്ല. കക്കോടി മദ്രസയിൽ ഖുർആൻ പഠിക്കാൻ വന്നിരിക്കണവന്റെ മനസ്സ് റെക്കോർഡ് ചെയ്യുന്ന, അതറിയുന്ന, അതിനാവശ്യമുള്ളവർക്ക് നല്ലത് കൊടുക്കുന്ന അതേ അള്ളാഹു ഇതേ സമയത്ത് വേറെ ഏതോ നാട്ടിൽ വേറെന്തോ ഒരു പണിയെടുക്കുന്ന ആൾക്ക് കൊടുക്കേണ്ടതും അറിയും. പൊങ്കാലിടാൻ വന്ന പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒക്കെ പള്ളിയിൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കാണുന്ന റബ്ബ് ഹോളി കാരണം ജുമക്ക് തന്നെ വരാൻ പാടില്ല എന്നിട്ട് പള്ളി മറച്ച വിവരവും അറിയും. ഒന്ന് മാത്രം അറിയാം, മറ്റേത് അറിയാണ്ടിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പൊ അവിടെ കൊടുക്കേണ്ട അവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കേണ്ട ഇവിടെ കൊടുക്കും. അതുപോലെ അള്ളാഹ്ക്ക് അതൊരു പ്രയാസമുള്ള കാര്യം അല്ല. വഹുവൽ അലിയുൽ അലീം, അള്ളാഹു അത്യുന്നതനാണ്, അള്ളാഹു മഹാനാണ്. ഇതാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠിക്കണം. ഇപ്പൊ പഠിച്ചിട്ടില്ല, ഇപ്പൊ പറയാണ് ചെയ്ത്. ഇതിഞ്ഞും പഠിക്കണം. നിങ്ങൾ കഴിയെങ്കിൽ ഇതിന്റെ വിശദീകരണം ഒന്ന് വായിച്ചു നോക്കും. ഏതെങ്കിലും തഫ്സീറിൽ തഫീമുൽ ഖുർആനോ അമാനി മുരിയുടെ പരിഭാഷയോ ഖുർആൻ ബോധനമോ ഏതെങ്കിലും നിങ്ങളെ കയ്യിലുള്ള ഏതാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നെറ്റിൽ അടിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ ആയത്തുൽ കുർസി എന്ന് അടിച്ചാൽ ഒരുപാട് വരും. പക്ഷെ അതിൽ പിന്നെ വേറെ പലതും വരും. അത് നിങ്ങൾ നല്ലതൊക്കെ എടുക്കേണ്ടി വരും. കാരണം ഇതിങ്ങനെ എഴുതി വെക്കുന്നതും കുടിക്കുന്നതും കലക്കുന്നതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലതൊക്കെ എടുക്കണം. എന്നിട്ട് യഥാവിധി അല്ലെങ്കിൽ യഥോചിതം ആയത്തുൽ കുർസിയോട് നമ്മൾ പെരുമാറണം. അത് നമുക്ക് വലിയ ആശ്വാസം കിട്ടുന്ന കാര്യമാണ്, ഷിഫ ആണ്. അള്ളാഹു താല നമ്മുടെ ദുആ സ്വീകരിക്കാൻ കാരണമാകും, നമ്മുടെ മനസ്സാന്നിധ്യത്തിന് അത് കാരണമാകും. ആത്മീയമായ ഒരു ചികിത്സാ രീതി കൂടിയാണ് യഥാർത്ഥത്തിൽ ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുർമന്ത്രണങ്ങളും ഉള്ളത് കൊണ്ട് യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ മന്ത്രവും നമ്മൾ നിഷേധിക്കേണ്ടതില്ല, യഥാർത്ഥ ആത്മീയതയെ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. അത് രണ്ടിന്റെയും കൂടി നടുക്കുള്ള ഒരു രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി